യതിയേട്ടന്റെ കാര്യം ഞങ്ങൾ തമ്മിൽ ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. അത് ചുമ്മാ കണ്ടപ്പോ എന്തെങ്കിലും ഒന്ന് കണത്തിൽ പറയണ്ടേ? അല്ല, ശരിക്കും പറഞ്ഞു. അതെ, എതിയേട്ടൻ ഇവിടെ വന്നു, കുറച്ചു ദിവസം ഉണ്ടായിരുന്നു, എന്നിട്ടൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. ശശാങ്കന ഇവരെ അറിയില്ലേ? പിന്നെ അറിയാതെ, നമ്മള് നാട്ടുകാരല്ലേ. ആ, എന്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. എതിയേട്ടൻ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയേക്കുമായിരുന്നു. തിരിച്ചെത്തിയപ്പോഴാ യതിയേട്ടന്റെ വരവും ചിലമ്പൊരുക്കത്തിന്റെ തടസ്സവും കോലാഹലങ്ങളൊക്കെ അറിയുന്നത്. ഒന്ന് വിളിക്കണമെന്ന് കരുതി. സത്യം പറയാനല്ലോ, എന്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നില്ല. അതൊന്നും സാരമില്ലടൂ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ എന്റെ മോന്റെ കല്യാണം ക്ഷണിക്കാൻ. ആഹാ. സൂര്യയുടെ. ദാ. കാണാൻ പറ്റാത്തതിലുള്ള വിഷമം പറഞ്ഞതൊക്കെ കൊള്ളാം. പക്ഷെ കല്യാണത്തിന് രണ്ടുപേരും നിശ്ചയമായി എത്തിയിരിക്കണം. ആ, വന്നിരിക്കും ഏട്ടാ. നമ്മുടെ കുടുംബത്തിലെ കാര്യമല്ലേ. എതിയേട്ടന് കുടിക്കാനെന്തെങ്കിലും? ഒന്നും വേണ്ട. കാലങ്ങളായി ബന്ധുക്കളെയൊന്നും കാണാത്തതുകൊണ്ട് എല്ലായിടത്തും അതിഗംഭീര സൽക്കാരമായിരുന്നു. ഇനി വയറിൽ ഇടവില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടോ. ആയിക്കോട്ടെ. ഇനി 3-4 വീട് കൂടിയുണ്ട്. ഓ, അത് കഴിഞ്ഞ് ഇന്ന് തന്നെ എനിക്ക് മടങ്ങുകയും വേണം. എങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നമുക്ക് കല്യാണത്തിന് കാണാം. ആ, ആയിക്കോട്ടെ. ശരി യതിയേട്ടാ. ശരി. ശരി, വരൂ. ആ, ശരി. യതിയേട്ടനൊക്കെ ജീവിക്കുന്നത് എത്ര വലിയ പൊസിഷനിലാണെന്നോ. എന്നാലും നമ്മളെ ഒന്നും മറന്നിട്ടില്ല. അതാണ് ആ കുടുംബത്തിന്റെ മഹത്വം. വാ, അവരെ യാത്രയാക്കാം. ആ പരമേശ്വരൻ കുറച്ച് കാശ് കൊണ്ടുവരും. എണ്ണി നോക്കിയിട്ട് വാങ്ങി വെക്കണം കേട്ടല്ലോ.